ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്ന് പതിവിൽ തെറ്റി ഞാൻ പാദയാത്രയ്ക്ക് വ്ളോഗ് ചെയ്യുന്ന പോലെയല്ല. ഇന്ന് ഞാൻ കുറച്ച് വെളുപ്പിനെ ആക്കിയിരുന്നാണ് വ്ളോഗ് ചെയ്യുന്നത്. ഇന്ന് ആക്ച്വലി ഞാൻ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ പകൽ കിടന്നിട്ട് ഉച്ച വൈകുന്നേരം PM ആൻഡ് നൈറ്റ് ഷിഫ്റ്റാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം നൈറ്റ് ഷിഫ്റ്റ് PMന് മുമ്പ് കിടക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് വ്ളോഗ് ചെയ്യാമെന്ന്. സോ ഐം സൂപ്പർ ടയേർഡ്. ഇപ്പോൾ ഒരു നൈറ്റ് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ബട്ട് ഐ തോട്ട് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രോ ഒക്കെ ചെയ്തിട്ട്, നാളെ എനിക്ക് അതിനുള്ള സമയം ഉണ്ടാവുമെന്നറിയില്ല, അതുകൊണ്ട് ഒരു ഇൻട്രോ ഒക്കെ ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് നാളെ എൻ്റെ പള്ളിയിലെ പെരുന്നാളാണ്, ഇവിടുത്തെ ജ്ഞാന പള്ളിയിലെ പെരുന്നാളാണ്. സോ അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് വ്ളോഗിങ് ആണ് ഈ ഒരു വ്ളോഗിനകത്ത് ഉണ്ടായിരിക്കുന്നത്. സോ സാരി കൊടുത്ത് പോകാനാണ് പ്ലാൻ. ഇപ്പോഴത്തെ എൻ്റെ ഒരു സെലക്ഷൻ ഒരു സാറ്റിൻ ബ്രൗണിഷ് പോലത്തെ ഒരു സാരിയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ബ്രൗണിഷ് സാരിയാണ്. ആൻഡ് ജ്വല്ലറി ഞാൻ എപ്പോഴും പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ഐ എം തിങ്കിങ് എ ചോക്കർ സിറ്റുവേഷൻ, മേ ബി നോട്ട്, ഉറപ്പില്ല. സോ എനിവേ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, സോ ഞാൻ ഇന്ന് രാവിലെ നൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടക്കുക. ഡിഡ് യു ഗൈസ് നോ, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടക്കുമ്പം ഓൺ ദ വേ ഉള്ള റോസസാണിത്. സോ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എല്ലാ ദിവസവും സ്റ്റോറിയിൽ ഈ ബ്യൂട്ടിഫുൾ റോസസിൻ്റെ പടം ഇടാറുണ്ട്. ജസ്റ്റ് ഇമാജിൻ ഹൗ ബ്ലെസ്ഡ് ഐ ആം. ലൈക്ക് ഞാൻ രാവിലെ വീട്ടിലോട്ട് പോകുമ്പം മഞ്ഞയും പിങ്കും ഒക്കെയുള്ള റോസസ്, ലൈക്ക് എത്ര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ എന്നും റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വീഡിയോ എടുക്കും. അപ്പം എന്നോടിങ്ങനെ എൻ്റെ കോവർക്കേഴ്സൊക്കെ സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കോവർക്കേഴ്സ്, ജോലിയിലോട്ട് അവർ പോകണമല്ലോ, അവർ പറയും ഹൗ ആൻഡ് വി സീ യു എവറി ഡേ വാക്കിംഗ് ഹോം ബട്ട് യു ആർ ടേക്കിംഗ് പിക്ചേഴ്സ്, ലൈക്ക് ഡു യു ലവ് ഫ്ലവേഴ്സ് ദാറ്റ് മച്ച് എന്ന് ചോദിക്കും. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അത്ര എനിക്കിഷ്ടമാണ്. ഈ ഒരു ബുഷ് എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ബുഷാണ്. അത് നിറച്ചും ഇങ്ങനെ വൈറ്റ് റോസസ് ഇങ്ങനെ മുന്തിരിക്കോല പോലെ കിടക്കും. ആൻഡ് ദിസ് റോസ് ഇസ് മൈ ഫേവറേറ്റ് റോസ്. എൻ്റെ ഫേവറേറ്റ് റോസാ ചെടി ഇതാ. അതിനകത്തൊരു സുന്ദര കുട്ടപ്പനൊരു പൂവുണ്ട്, അത് ഒത്തിരി പൂക്കും. ഇതാണ് എൻ്റെ ഫസ്റ്റ് റോസ് ഇൻ ദാറ്റ് ബുഷ്. ഗൈസ്, ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇടാൻ പോകുന്നത്. തേക്കാനൊക്കെ കുറച്ച് ടാസ്ക്കായിരുന്നു, പക്ഷേ നല്ലൊരു സാരിയൊക്കെ എടുത്ത് ഞാനിങ്ങനെ വെട്ടി തയ്ച്ചുണ്ടാക്കിയ ഒരു ന്യൂജൻ പട്ടുപാവാടയാണ്. ഭയങ്കര ഭംഗിയാണ്. പട്ടുപാവാട ഇട്ടു, സൈസിനൊന്നും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമേ ഉള്ളൂ, ഇതിൻ്റെ കൊളുത്തിടാൻ പറ്റുന്നില്ല. ഞാൻ എത്ര നേരമായിട്ട് ഞാൻ ഇതിൻ്റെ കൊളുത്തിട്ടുകൊണ്ടിരിക്കുകയെന്നറിയാവൂ, പറ്റുന്നില്ല. ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ഹാലിളക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എൻ്റെ കയ്യിൽ നിന്ന് അവസാനം എൻ്റെ കൈയുടെ ആ ഒരു നെയിലിൻ്റെ അടിയിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അത്രയും തവണ ഞാൻ അതിൻ്റെ പുറകിലൊരു സിമ്പിൾ കൊളുത്ത് വിത്ത് സിബ്ബ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴൊക്കെയാണ് ഞാൻ തന്നെ താമസിക്കുന്നതിനെ പഴി ചൊല്ലുന്നത്. Usually I'm happy, but today I'm not. Let me take like 2 seconds to chill out before I make this vlog. Hi guys. Get ready with me ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതാ, എനിക്കറിയാം. ചെയ്യണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ സാധാരണ ഒരുങ്ങാൻ തുടങ്ങുന്നത്. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം മുതൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേനും കൊളുത്തിടാൻ പറ്റുന്നില്ല പുറകെ. ലൈക്ക് സിബ്ബാ എത്ര നന്നായിട്ട് അവരിത് തയ്ച്ച ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതാ ചേട്ടാ, സൈഡിൽ സിബ്ബോ ഫ്രണ്ടിൽ സിബ്ബോ പുറകിൽ സിബിടല്ലേ. തന്നെ താമസിക്കൊരു മനുഷ്യൻ്റെ വേവലാതി ആർക്കെങ്കിലും മനസ്സിലാവുമോ? എനിക്ക് സിബിടാൻ പറ്റുന്ന, എനിക്ക് കുറച്ച് OCD എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം ചെയ്ത് തീർത്തില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവൻ്റെ തലയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ കൊളുത്തിടാതെ എനിക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ മേക്കപ്പ് ഇടുന്ന സമയത്തും മുടി കിട്ടുന്ന സമയത്തും മാലയൊക്കെ പിക്ക് കമ്മലൊക്കെ ഇടുന്ന സമയത്തും ഒക്കെ ഐ വാസ് തിങ്കിങ് കൊളുത്തിട്ടില്ല ആണ് കാരണന്മാർ പറയുന്ന സമയത്തും കാലത്തും കല്യാണം കഴിക്കണം. 22 വയസ്സ് കല്യാണം കഴിച്ചാണെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ഇപ്പോൾ കൊളുത്തിടിക്കുകയായിരുന്നു. എൻ്റെ കൊളുത്തിപ്പോൾ ഇട്ടിട്ടില്ല കഴിച്ച് മമ്മീനെ വിളിച്ച് പറഞ്ഞു, അവരെന്നെ പിക്ക് ചെയ്യുന്നത്. അപ്പം മമ്മി പറഞ്ഞു വണ്ടിയുടെ പുറത്തിറങ്ങി കൊളുത്തിട്ട് തരാമെന്ന്. പക്ഷെ അതുവരെ ഞാൻ ഇങ്ങനെ ഇരിക്കണം, കൊളുത്തിട്ടില്ല എന്ന് വിചാരിച്ചോണ്ട്. ഐ ഹാവ് നോ സമാധാനം. ബട്ട് എനിവേ, ഇതാണ് എൻ്റെ ലുക്ക്. ഇതൊരുമാതിരി പള്ളിപ്പെരുന്നാളിന് പോകുന്നതിനേക്കാളും മറ്റേ കാവൽ ഉത്സവത്തിനൊക്കെ പോകുന്ന ലുക്കായി പോയി. പക്ഷേ ഒന്നാമത് ഇതുപോലത്തെ പൊട്ടുകൾ എനിക്കിപ്പോൾ ഭയങ്കര ക്രേസാണ്. ഈ മറ്റേ ഗോപി പോലത്തെ പൊട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം. പിന്നെ സിമ്പിൾ മേക്കപ്പാണ് ചെയ്തത്. ഭയങ്കര വലിയ കസർത്തുകളൊന്നുമില്ല. വെരി സിമ്പിൾ മേക്കപ്പ്. അങ്ങനെ ഫൗണ്ടേഷനൊന്നും ഇട്ടില്ല, ജസ്റ്റ് കൺസീലറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. കാരണം ചേട്ടനുണ്ട്. ചേട്ടന്
ഭയങ്കര ഗോഡി ആയിട്ടുള്ള മേക്കപ്പ് ഇഷ്ടമല്ല. അപ്പം നമ്മളങ്ങനെ മേക്കപ്പ് ഇട്ടാൽ പറയും, എന്നോട് പറയത്തില്ല, ചിലപ്പോൾ പറയും, മിക്കവാറും എന്നോട് പറയത്തില്ല, വീട്ടിൽ ചെന്നിട്ട് മമ്മിയോട് പറയും, ഓ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ജാനകിയുടെ മോളും മേഴ്സിയുടെ മോളും ഒക്കെ എത്ര മര്യാദയ്ക്കാണ് വന്നത്, ഒരുങ്ങി കെട്ടി മുഖത്തൊരു മാസ്ക് ഇട്ട പോലുണ്ട് എന്ന് പറയും. പറയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിലും സിമ്പിൾ മേക്കപ്പാണ് എനിക്ക് ചേരുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. പിന്നെ ഈ കയ്യിൽ വള ഉണ്ടാവും. ഈ കയ്യിൽ നമ്മൾ കിലുങ്ങാൻ വേണ്ടിയുള്ള ഈ ഗിൽറ്റൊക്കെ ഉള്ള, കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഈ കയ്യിൽ നമ്മൾ ഗിൽറ്റൊക്കെയുള്ള ഗോൾഡൻ കളർ വളയട്ടെ. ഈ കയ്യിൽ നമ്മൾ ഒരു സ്റ്റോൺ വർക്ക്, അത് ഞാൻ പിന്നെ വണ്ടിയിലുള്ളപ്പോൾ കൈയുടെ സൂം ചെയ്തിട്ടിടാം, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഫോക്കസ് കിട്ടുന്നതുകൊണ്ട് മുഖത്തിലാണ് ഫോക്കസ്, വളയിൽ പോകുന്നില്ല. പക്ഷേ ഈ കയ്യിൽ വളയിൽ ഈ എൻ്റെ ഡ്രസ്സിൻ്റെ സെയിം മജൻ്റ പോലത്തെ കളറുള്ള സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കഥ പറയുവാണെങ്കിൽ, ഈ ഡ്രസ്സ് എനിക്ക് പട്ടുപാവാടകൾ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ എന്തൊക്കെ ഓപ്ഷൻ തന്നാലും പട്ടുപാവാട ഉണ്ടെങ്കിൽ എനിക്ക് പട്ടുപാവാട ഇട്ടാൽ മതി എന്നായിരുന്നു ഞാൻ പറയുന്നത്. ചെറുപ്പത്തിൽ പട്ടുപാവാട എന്ന് പറയുന്നത്, പട്ടുപാവാട എന്നൊന്നും പറയാൻ അറിയത്തില്ല. അപ്പം ഭയങ്കര ഒരു പട്ടുപാവാട പ്രേമി, നാടൻ ഔട്ട്ഫിറ്റ്, ഹാഫ് സാരി, ഇതൊക്കെയായിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഏറ്റുമാനൂർ കഴിഞ്ഞിട്ട്, ഏറ്റുമാനൂരിന് മുന്നുള്ള മഹാലക്ഷ്മി പോയിട്ട് മഹാലക്ഷ്മിയിലുള്ള ചേച്ചിമാർ കാണുന്നുണ്ടെങ്കിൽ ഹായ്, മഹാലക്ഷ്മിയിലുള്ള ചേച്ചിമാർ പിന്നെ കൂട്ടായിരുന്നു കേട്ടോ. കുറേ അവിടുന്ന് ഞാൻ ഷോപ്പ് ചെയ്തായിരുന്നു കഴിഞ്ഞാണ് പോയപ്പോൾ. അവിടുന്ന് ഞാനൊരു നല്ലൊരു റോസ് കളർ സാരി എടുത്തു. എന്നിട്ട് അത് വെട്ടി തയ്ച്ചു. ഞാൻ തയ്ക്കാൻ കൊടുത്തതും വൈക്കത്താ. അപ്പോൾ ഞാൻ തയ്ക്കാൻ കൊടുത്തപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, സിബ് സൈഡിലിടണം, കൊളുത്തോ മുന്നിലിടണം, പുറകിലിടരുതെന്ന് പറഞ്ഞതാ. പക്ഷെ അവർ പുറകിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഭംഗി അതാണ് ശരിയാ, പക്ഷെ എനിക്ക് ഇടാനുള്ള സൗകര്യത്തിനായിരുന്നു ഞാൻ പറഞ്ഞത്. എനിവേ അപ്പം ഞാൻ ഇവരോട് പറഞ്ഞത് പട്ടുപാവാട രീതിയിൽ തയ്ക്കാനാണ്, ലൈക്ക് ഫുള്ളായിട്ട് തയ്ക്കാനാണ്. പക്ഷെ ഇവർ കൈൻഡ് ഓഫ്, കാണാമോ, ക്രോപ്പ് ടോപ്പ് പോലെ തയ്ച്ച് വെച്ചേക്കുന്നത്, വിച്ച് ഇസ് ഫൈൻ. ബട്ട് ഇപ്പം മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി വണ്ണം വെച്ചാൽ അത് വൃത്തികേടാകുമോ എന്ന് എനിക്കൊരു പക്ഷെ എന്നാലും ഭംഗിയുണ്ട്, ഇറ്റ്സ് നൈസ്. നമ്മൾ അങ്ങനെ വേറൊന്നും കാണത്തില്ല. കാരണം രണ്ടും ഓൾമോസ്റ്റ് സെയിം ലെങ്ത്താണ്. അപ്പം നമുക്കങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ് ലുക്ക് വരുന്നില്ല. പക്ഷേ ഒരു നൈസ് ഒരു ന്യൂ ജെൻ പട്ടുപാവാട, ഇറ്റ്സ് വെരി ക്യൂട്ട്. ഐ ലൈക്ക്. ഈ ഒരു പഫ് സ്ലീവൊക്കെ എൻ്റെ ക്രേസാണ്. പഫ് സ്ലീവൊക്കെ ഉണ്ട് ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ദ ലുക്ക്. ഓക്കെ, ഇനി നമുക്ക് പെരുന്നാളിലോട്ട് കിടക്കാം. പെരുന്നാളിന് എന്തൊക്കെ വിശേഷങ്ങളുണ്ട്, മമ്മി എന്തായിട്ടെ, മൈക്കിൾ എന്തായിട്ടെ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ട്, അവൻ പാടും കേട്ടോ. അപ്പം കലാസന്ധ്യയിൽ അവൻ്റെ ഫ്യൂഷൻ സോങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. കുർബാന ഇൻക്ലൂഡ് ചെയ്യില്ല, അതൊഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. സോറി, ഞാൻ ഗെറ്റ് റെഡി ഒരുമിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഒത്തില്ല ഗൈസ്, ഈ കൊളുത്ത് കാരണം ഒത്തില്ല. ബട്ട് ദിസ് ഇസ് ദ ലുക്ക്. ഇപ്പുറത്തും കൂടെ മുടിയിടുമ്പോഴാണ് ഭംഗി. കുറച്ച് മുടി പുറകിലുണ്ട്, അതവിടെ കിടന്നോട്ടെ. നോക്കിയേ ഓക്കെ, ഞാൻ പെർഫ്യൂമിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഓൾറെഡി അടിച്ചു. ഞാൻ സെർജോഫിൻ്റെ എർബ പ്യൂറയാണ് അടിച്ചിരിക്കുന്നത്, നല്ലവണ്ണം. ഓക്കെ ബൈ. ഇതാണ് എൻ്റെ വള, കണ്ടോ, ഒരു സൈഡിൽ വള, മറ്റേ സൈഡിൽ വള, ഹൈ സ്റ്റോൺ വള, നല്ല രസം. ഈ മാല കൈൻഡ് ഒരു ഹിന്ദു ടച്ചുള്ള മാലയായി പോയി, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാലയാണ്. മാച്ചസ് വിത്ത് ദ ഡ്രസ്. ആൻഡ് ദിസ് ഇസ് ദ പട്ട്, ഇങ്ങനെ വെയിലിൽ തിളങ്ങുന്നു പറഞ്ഞാൽ. ഇവിടെയാ ലൈറ്റിങ്. നീ ആ സാധനത്തിന് എന്നാ പറഞ്ഞേ? ഈ തൂക്കിയിട്ടിരിക്കുന്ന സാധനത്തിന് എന്നാ പറഞ്ഞേ? ഇപ്പൊ ഫ്ലാഗ്. നേരത്തെ എന്നാ പറഞ്ഞേ? പല മോഡല് തൂക്കിയാണ്. അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫുൾ ലുക്കിൻ്റെ. ബട്ട് ദിസ് ഇസ് ദ ഫുൾ ലുക്ക്. ഒരു ഷോർട്ട് ക്ലിപ്പ് കിട്ടിയായിരുന്നു. മമ്മി ഇന്ന് ചുരിദാറാണ് ഗൈസ്. മമ്മി കോട്ടയം കുഞ്ഞമ്മയായിട്ട് ചുരിദാറിട്ടൊക്കെ ഇട്ടുള്ളൂ. എനിക്കിപ്പോൾ സാരി ഒന്നും പറ്റത്തില്ല. തലയുടെ മേളിൽ മുന്തിരിക്കോലയാണ്. ഇത് മേളിൽ നീന്നൊക്കെ എത്ര വയസ്സാണ്? ഒന്ന് വിളിച്ചാ കേക്കട്ടെ. വിളിച്ചോ? അല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും വേഷഭൂഷാത് കണ്ടിട്ട് ഇപ്പോൾ പോയ ചേട്ടൻ ചോദിച്ചേ ഉള്ളൂ, നിങ്ങളാണോ ഇന്ന് MC എന്ന്. മൈക്കിൾ കളിപ്പില്ല.
കുർബാനയൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തില്ല, കുർബാനയൊക്കെ കഴിഞ്ഞു. ഇത് നമുക്കൊരു ഹാളുണ്ട് നമ്മുടെ പരിപാടിയൊക്കെ വെക്കുന്നത്, ആ ഒരു ഹാളിലോട്ട് പ്രൊസഷൻ വരുന്നതിൻ്റെയാണ്. അപ്പോൾ ഇന്ന് ക്നാനായ മലങ്കര, നമുക്ക് ചെറിയൊരു ക്നാനായ മലങ്കര കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പോൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ പെരുന്നാൾ നടത്തിയത്. അപ്പം ഇന്ന് മലങ്കര കുർബാനയായിരുന്നു. നമുക്ക് ശരിക്കും എനിക്കൊന്നും മനസ്സിലായില്ല, നമ്മൾ സീറോ മലബാർ കുർബാനയാണല്ലോ യൂസ്ഡ്, പക്ഷേ ഇന്ന് മലങ്കരയിലെ അച്ഛനൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ബാക്കിൽ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോളിൽ നിന്ന് ഞാനും മൈക്കിളും ഓരോ കപ്പ് വീതം മേടിച്ചു. $5 ഉണ്ടായിരുന്നുള്ളൂ, നല്ല ചീപ്പായിരുന്നു. പക്ഷേ നല്ല എരിവായിരുന്നു, വയറിലിങ്ങനെ തീനാളം കത്തുന്ന പോലെയായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ടിയൊക്കെ അവസാനമായപ്പോൾ മേടിച്ച് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ നമുക്ക് റാഫിൾ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു, പക്ഷേ റാഫിൽ ഇങ്ങനെ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റാഫിൽ വെച്ചിട്ട് ഫസ്റ്റ് പ്രൈസായിട്ട് അവർക്ക് ഐ തിങ്ക് ഒരു TV ആയിരുന്നു, സാംസങ്ങിൻ്റെ ഒരു TV ആയിരുന്നു, ഒരു ബിഗ് TV. സെക്കൻഡ് പ്രൈസായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഒരു ലാപ്ടോപ്പ് ആയിരുന്നു. ആൻഡ് തേർഡ് പ്രൈസായിട്ട് അവർ കൊടുത്തിരുന്നത് ഒരു ആപ്പിൾ വാച്ച് ആയിരുന്നു കൊടുത്തിരുന്നത്. സോ അതൊക്കെ കണ്ടു, നല്ല രസമായിരുന്നു. Number 847373603 ഇടിയാനിൽ ഫാമിലിയിൽ ആരോ ആണ്, പേര് കറക്റ്റ് അല്ല, ഇടിയാനിൽ ഫാമിലിയാണ്. ആപ്പിൾ വാച്ചസ് 847 ലാപ്ടോപ്പ് ആണ്. രണ്ടാം ജെയ്സ് ആനി പുതുശ്ശേരി സ്പോൺസർ ചെയ്യുന്ന രണ്ടാം സമ്മാനം. ഇനി 2 സമ്മാനങ്ങൾ മാത്രമാണുള്ളത്. രണ്ടാം സമ്മാനം ലാപ്ടോപ്പ്, മോഡേൺ ലാപ്ടോപ്പാണ്. അതിന് ഭാഗ്യശാലിക്ക് ഇരട്ടി അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് സാംസങ് സ്മാർട്ട് TV ആണ് 65. ജിനു ആൻഡ് മീന പുന്നശ്ശേരി സ്പോൺസർ ചെയ്യുന്ന ഒന്നാം സമ്മാനമായ സ്മാർട്ട് TV ആരായിരിക്കാം? അരുൺ നെല്ലാമറ്റമാണ്. ഞാൻ മമ്മീനോട് പറയായിരുന്നു, ചുമ്മാതെങ്കിലും കുറി എടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കും ഒരു TV അടിച്ചേനെ. അടുത്തായിട്ട് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കലാരൂപമാണ് ക്നാനായക്കാരുടെ തനത് സ്വന്തമായിട്ടുള്ള മാർഗംകളി. സോ ഈ അമേരിക്കനൈസ്ഡ് ആയിട്ടുള്ള പിള്ളേരാണെങ്കിലും ഒരുപാട് എഫേർട്ട് എടുത്ത് അവർ മാർഗംകളി പഠിച്ചു. ഐ ലവ്ഡ് ഇറ്റ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. സോ അങ്ങനെ വെച്ചു ഗൈസ്, ഞാൻ മിണ്ടുന്നില്ല, നിങ്ങൾ കണ്ട് ആസ്വദിക്കും.
ആരോരും കാണാത്ത എൻ്റെ യൂട്യൂബ് വ്ളോഗ് കൃത്യമായിട്ട് കാണുന്ന എൻ്റെ കുട്ടി കസിൻ ശ്രുതിയാണിത്. ഷീ സേസ് ഹായ് ടു എവ്രിവൺ. അയ്യോ, രാത്രിയായി, ഒരു 10:30 നമ്മൾ മടുത്തു. ഇനി വീട്ടിലേക്ക് പോവാം. സബാഷ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. മാലയൊക്കെ ഒരു വെച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര അലർജീസ് ഉള്ള ആളാണ്. എല്ലാം ഫുഡിനോടൊന്നുമല്ല, എനിക്കിങ്ങനെ വരവിട്ടാൽ കഴുത്തിലൊക്കെ വേർക്കുവാണെങ്കിൽ കഴുത്തിലൊക്കെ ഇങ്ങനെ ചൂട് ഇങ്ങനെ കുഞ്ഞു കുരു പൊങ്ങും. എന്നിട്ട് പിന്നെ അത് ചൊറിയും. അങ്ങനെ ഉണ്ട്. പക്ഷെ കാതിൽ എന്തിട്ടാലും ഇമ്മ്യൂണായി എൻ്റെ കാത്. അത്രയും വരവ് തമ്മിലിടുന്ന ആളാണ്. കയ്യിലും മെറ്റലിൻ്റെ ആണെങ്കിൽ വരും. ഇതിപ്പം വന്നില്ല, കാരണം കൈ വേർത്തില്ലെന്ന് തോന്നുന്നു. കഴുത്തും വേർത്തില്ല, പക്ഷേ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. സോ ഭയങ്കര സുന്ദരമായിട്ടുള്ള മാലയായിരുന്നു. ഇത് ഞാൻ നാട്ടിൽ പ്ലേറ്റഡ് ആവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇറിറ്റേഷൻ വരാൻ. ഇത് പ്ലേറ്റഡ് ആയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഒരു ഭംഗിയുള്ളൊരു, കാണാമോ, ഭംഗിയുള്ളൊരു മാലയായിരുന്നു. സോ എനിവേ, പരിപാടിയെല്ലാം രസമായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ആ കപ്പയിറച്ചിയൊക്കെ കഴിച്ചായിരുന്നു. വയറ് കത്തുക, നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടു, കസിൻസിനെയൊക്കെ കണ്ടു, രസമായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് പെരുന്നാൾ ഇൻ ദ USA. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നാട്ടിലെ, ജസ്റ്റ് നോട്ട് സോ ലൈക്ക് ഇതും പടക്കവും കിടക്കവും ഒന്നുമില്ല. ലൈക്ക് ഒരു ചെറിയൊരു പെരുന്നാൾ പോലെ ഫണ്ണാണ്. പക്ഷെ നല്ല രസമാണ്. എല്ലാവരും കാണാം, എല്ലാവരും വർത്താനമൊക്കെ പറയും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് മലയാളി കമ്മ്യൂണിറ്റി ഒരിക്കലും, ഇറ്റ്സ് ലൈക്ക് ഇറ്റ് നെവർ എൻഡ്സ്. ഇറ്റ്സ് ലൈക്ക് ഈവൻ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ മലയാളി കമ്മ്യൂണിറ്റി ഈസ് സ്റ്റിൽ ലൈക്ക്, എസ്പെഷ്യലി ജ്ഞാനായൊക്കെ ഒരു വളരെ സ്മോൾ കമ്മ്യൂണിറ്റി അല്ലേ. എന്നിട്ട് നമ്മളിപ്പോഴും ഇത്രയും സ്ട്രോങ് ആയിട്ടും മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ വെരി ഹാപ്പി. എല്ലാവരെയും കാണാനൊക്കെ പറ്റി. നാളെയും പോകുന്നുണ്ട്. നാളത്തെ ഡ്രസ്സ് ഇനിയിപ്പോൾ എടുത്ത് വെക്കണം, തേക്കണം. നാളെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യില്ലായിരിക്കും, തിരക്കായിരിക്കും. കാരണം രാവിലെ 10 മണിക്കാണ് കുർബാന. അപ്പോൾ ഇവിടെ നിന്ന് മിക്കവാറും ഒരു നേരത്തെ ഇറങ്ങുമായിരിക്കും. ക്ലമൻ്റെ ഒക്കെ കുർബാനയ്ക്കൊക്കെ പാടുന്നുണ്ടായിരിക്കും ചേട്ടൻ. സോ ഒരു 9:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ 8 മണിക്ക് എഴുന്നേക്കണം ഒരുങ്ങണമെങ്കിൽ. നാളത്തെ ഒരുക്കം എക്സ്ട്രാ ഒരുക്കാണ്. 8 മണിക്ക് നാളെ ഞാൻ സാരിയാണ് ഉടുപ്പിച്ച് തരാൻ ആരുമില്ല. പക്ഷേ ഇത്തവണ സാരിക്ക് ഹുക്ക് മുന്നിലാണ്, ബാക്കിലല്ല. അതുകൊണ്ട് മമ്മി ഇട്ട് തന്നായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റാം. മമ്മി എനിക്ക് ഇട്ട് തന്നായിരുന്നു. മമ്മി ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ മമ്മി നേരത്തെ വന്ന് ഹുക്കൊക്കെ ഇട്ട് തന്നിട്ടാണ് ഞാനിന്ന് പോയത്. സോ യാ, super happy with today. I had lots of fun and I saw a lot of you there. കുറേ പേരെ കണ്ടു, കുറേ പേരൊക്കെ വന്ന് ഹായ് പറഞ്ഞു. So yeah, until tomorrow's vlog, signing off. Takariumma, bye.